അങ്ങനെയാണെങ്കിൽ അതായത് പിണറായി വിജയന് തൊട്ടുമുന്നിൽ വി.ഡി. സതീശൻ നിൽക്കുന്നുണ്ട്. അത് കെ മുരളീധരനെ തുണയ്ക്കുമോ എന്നത് കൂടി അറിയണം. എന്റെ അവസാന പ്രതീക്ഷ അതിലാണ്. രണ്ടാം സ്ഥാനത്ത് വന്ന വി.ഡി. സതീശൻ, രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന വടകര, ഒപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന വടകര, അത് ഇത്തവണയും കെ മുരളീധരനെ തുണയ്ക്കുമോ എന്ന ചോദ്യം, അതോ കെ ശൈലജ ഈ ഒരു പേഴ്സണൽ പെർഫോമൻസ് കൊണ്ട് അതിനെ മറികടക്കുമോ എന്ന ചോദ്യത്തിന് ആകാംക്ഷയോടെ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. വടകരയുടെ കൃത്യമായ മറുപടി എന്താണെന്ന് നോക്കാം. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ജയസാധ്യത ഏത് പാർട്ടിക്കാണ്, അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ്? ഉത്തരങ്ങളിലേക്ക്. വടകരയിൽ LDF ജയിക്കുമെന്നാണ് പറയുന്നത്. 45.2% പേർ ആ അഭിപ്രായം പറയുന്നു. UDF ആകട്ടെ 44.3, അതായത് 1% വ്യത്യാസം. 1% വ്യത്യാസമാണ്. നമ്മൾ നോക്കണം, ഫെബ്രുവരി 8 നമ്മൾ ഈ സർവേ അവസാനിപ്പിച്ചു. ആ സമയത്ത് അവിടെ കാൻഡിഡേറ്റ് ആരാണെന്ന് അറിയത്തില്ല. നിശ്ചയമായും കെ ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കെ മുരളീധരൻ അവിടെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കെ മുരളീധരൻ ഒരു വലിയ സ്ഥാനാർത്ഥി തന്നെയാണ്, അത്ര ചെറിയ സ്ഥാനാർത്ഥിയല്ല കെ മുരളീധരൻ. അപ്പോൾ കെ മുരളീധരൻ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിറഞ്ഞു നിന്നിട്ടുമുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മുരളീധരൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അത് അദ്ദേഹം 2019 തിരഞ്ഞെടുപ്പിൽ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കെ ശൈലജ വരുമ്പോൾ കെ ശൈലജ അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 1% ഇനി നമുക്കത് കണ്ടറിയാനിരിക്കുന്ന കാര്യങ്ങളാണ്. കെ ശൈലജ എന്ന കാൻഡിഡേറ്റിന് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കൂ. 2019 40.81% UDFിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത്. മാർജിനല്ല, കിട്ടിയിരിക്കുന്നത് 49.81%. നമ്മളിപ്പോൾ പറയുന്നത് 44.3% എന്നാണ്. അതായത് 5% വോട്ട് കുറയാൻ പോവുകയാണ് UDF. അതാണ്, താഴത്തേക്കാണ്, ഡിപ്പ് ചെയ്യുന്നു. അതേസമയമോ LDF വർദ്ധിപ്പിക്കുകയാണ്, വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുകയാണ്. 41.81% കഴിഞ്ഞ പ്രാവശ്യം. 41.81. നമ്മൾ പറയുന്ന പ്രകാരം 45.2%. വേറൊരു കാര്യം കൂടി, അവിടെ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയി കിടക്കുകയാണ്. അല്ല എങ്കിൽ ഒരു ഡെഡ് സ്ലോട്ട് ആണെന്ന് പറഞ്ഞ BJPയും ഒരു 3% വർധന കാണിക്കുന്നുണ്ട്. അല്ല, ഇടതുപക്ഷത്തിൻ്റെത് 3.4% വളർച്ച കാണിക്കുന്നുണ്ട്. അപ്പോൾ UDF തളരുന്നു എന്നുള്ളതാണ്. 5% താഴത്തേക്ക്. അതിന്റെ നേട്ടം ഉണ്ടാക്കും. അതേസമയം ഈ പറയുന്ന LDF ഏതാണ്ട് ഒരു 3.5% വളർച്ച കാണിക്കുന്നു. ഒപ്പം നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി 10% മുകളിലേക്ക് BJPയുടെ വോട്ടെത്താൻ പോകുന്നു. അവർ 3% വളർച്ച കാണിക്കുന്നു. ഇതാണൊരു പിക്ചർ. അപ്പോഴും കെ ശൈലജ എന്ന വനിതയ്ക്ക് ഇത്രയും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശതമാന കണക്ക് വളരെ ഉയർന്നാണല്ലോ. അതെ, 40% അതെ, 2019 P. ജയരാജനെതിരെ മുരളീധരനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഇപ്പോൾ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു എന്നൊരു സംശയം കൂടി ഇതിൽ വരും. അത് മാത്രവുമല്ല, നോക്കൂ, ഇപ്പോൾ കെ ശൈലജ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലശ്ശേരിയും കൂത്തുപറമ്പും കൂടി കണ്ണൂരിലെ 2 മണ്ഡലം കൂടി ഉണ്ട്. അത് നേരത്തെയും ഉണ്ട്. P. ജയരാജന്റെ പ്രശ്നം, P. ജയരാജൻ അവിടെ TP വധുവുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് P. ജയരാജനോടുള്ള ഒരു വികാരം, ഒരു നെഗറ്റീവായ വികാരം അവിടെ CPM-നുള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു വികാരം കെ ശൈലജയോട് ഉണ്ടാകില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. കെ ശൈലജയ്ക്കെതിരായിട്ട് CPM-നുള്ളിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാവില്ല. അപ്പം CPM-നുള്ളിൽ എന്നല്ല ഞാൻ പറയുന്നത്, ആ ലെഫ്റ്റ് വോട്ടിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാവില്ല. അത് നിശ്ചയമായും ശൈലജ ടീച്ചർക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിപ്പ പോലെയുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഇടപെട്ട് വലിയ പ്രതിച്ഛായുള്ളൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ ടീച്ചർ അമ്മ എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു എലീറ്റ് ഹിന്ദു വോട്ടുണ്ടല്ലോ, സാധാരണഗതിയിൽ BJPക്ക് വേണമെങ്കിൽ പോകാവുന്ന വോട്ട് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ശൈലജ ടീച്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു എലീറ്റ് മിഡിൽ ക്ലാസ് വോട്ട് എന്ന് പറയുന്ന ഒരു പെർഫോമർ, മികച്ച ആരോഗ്യമന്ത്രിയായിരുന്നു എന്നുള്ള നിലയ്ക്കും, പിന്നെ ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയ്ക്കും, അല്ല വിശ്വാസി അല്ലെങ്കിൽ കൂടിയും ഈ പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജും ഗുണകരമാകാം. ഞാൻ പറയുന്നത് ഈ പല ഫാക്ടേഴ്സ് വർക്ക് ചെയ്യും അവിടെ. സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി താൻ വിശ്വാസിയല്ല എന്നൊരു നിലപാട് ഉറച്ചു പറയുന്ന ഒരു നേതാവായിട്ടാണ് ശൈലജ കണ്ടിട്ടുള്ളത്. അതെ, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശൈലജ ടീച്ചറുടെ പെർഫോമൻസിനെ, അതാ ഞാൻ പറയുന്നത്, ഈ BJP ഇത്രയധികം വളർച്ച കാണിക്കുമോ എന്ന കാര്യത്തിൽ കെ ശൈലജ വരുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കാരണം BJPയിലേക്ക് പോകാൻ നേരത്തെ ഈ വികസനം, നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ, അതിലൊക്കെ ആകൃഷ്ടരായിട്ടുള്ള വിഭാഗങ്ങൾ, അപ്പോൾ അതേപോലെ തന്നെ ശൈലജ ടീച്ചറോടും ആകർഷിക്കപ്പെടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെർഫോമറാണ്. ആ അർത്ഥത്തിൽ ആ വോട്ടിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം.
പിന്നെ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി ഈ ഭാഗത്തൊക്കെ മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ്. ആ മുസ്ലിം വോട്ട് ആണ് യഥാർത്ഥത്തിൽ മുരളിക്കൊരു ഗുണകരമായി, കെ മുരളീധരന് ഗുണകരമായി വരുന്നതും. അത് വളരെ നിർണായകമാണ്. പക്ഷേ അവിടെ അത് നേരത്തെ CPM-ന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഒരു സംശയം, BJP ഘടകം എന്നുള്ളത് നേരത്തെ പലപ്പോഴും കെ മുരളീധരനെ അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വാദങ്ങൾ പല തെരഞ്ഞെടുപ്പുകളും കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല മുരളീധരനെതിരെ പറയുന്ന ഒരു ആരോപണമായിട്ട് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നുള്ളായിരുന്നല്ലോ. അദ്ദേഹം അതിനൊക്കെ ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലും ആ രൂപത്തിൽ വിശ്വാസികൾക്ക് കെ മുരളീധരനുമായൊരു ബന്ധമുണ്ട്. അല്ല, ഇവിടെ ഞാൻ പറയുന്നത് വിശ്വാസം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ വിഷയത്തിൽ ഈ പറയുന്ന KK ശൈലജ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് മാറ്റേഴ്സ് ഇവിടെ ഇപ്രാവശ്യം. അത് 26% ആളുകൾ വ്യക്തിത്വം കാണുന്നു പ്രധാനമായിട്ട്. 40% ആളുകൾ KK ശൈലജയെ മുഖ്യമന്ത്രിയായിട്ട് കാണുന്നു. KK ശൈലജ ആസ് ഹെൽത്ത് മിനിസ്റ്റർ നല്ല പെർഫോമർ ആയിരുന്നു. അത് തൊട്ടടുത്തുള്ള ജില്ലയിലാണല്ലോ അവർ ഏറ്റവും നന്നായിട്ട് ആ ഭാഗത്തോട് ചേർന്നിട്ടുള്ള ആ പ്രദേശമാണല്ലോ അവിടെ ഒരു പെർഫോമറായിട്ട് കാണുന്നു. അപ്പോൾ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ അവർ ഒരു എലീറ്റ് മിഡിൽ ക്ലാസിന്റെ കൂടി വോട്ടിംഗ് മാത്രമല്ല പാർട്ടിയിൽ കുറച്ച് പിന്നിൽ നിർത്തിയിരിക്കുകയാണ്, കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ട നേതാവാണ് എന്നൊരു വികാരം പൊതുവെയുണ്ട്. പിന്നെ P ജയരാജനെതിരായിട്ടൊരു വികാരം പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വികാരം ശൈലജ ടീച്ചർക്കെതിരെ ഇല്ല. അവിടെ അതുണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും. സമസ്തയടക്കമുള്ള സംഘടനകൾ അത് പൂർണ്ണമായും ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോൾ ചെയ്യപ്പെടുമോ? കെ മുരളീധരൻ ലീഗ് 3-ാം സീറ്റ് ചോദിക്കുമ്പോഴേക്കും 3 എത്ര കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഏക കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. പക്ഷേ കെ മുരളീധരൻ പറയുന്നത് പോലെ ഒരു നിലപാട് കോൺഗ്രസ് എത്തുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.